27 വർഷമായി അഭയാർത്ഥി പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന മലയാളിയാണ് തിരുവനന്തപുരം മണക്കാട് സ്വദേശിയായ ഉബൈസ് സൈനുലാബ്ദീൻ. സ്വന്തം ബിസിനസ് വരെ നഷ്ടത്തിലാക്കിയുള്ള പ്രവർത്തനത്തിനിടയിൽ ആംനസ്റ്റി ഉൾപ്പെടെ സംഘടനകളുടെ പുരസ്കാരങ്ങൾ തേടിയെത്തി. ശ്രീലങ്കൻ അഭയാർത്ഥികൾക്ക് ഭക്ഷണം നൽകിയതിന്റെ പേരിൽ CRPFന്റെ അടികൊണ്ടിട്ടുണ്ട് ഉബൈസിന്. അഭയാർത്ഥികളോടുള്ള നമ്മുടെ നിലപാട് മാറണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ശ്രീലങ്കൻ അഭയാർത്ഥികളെ സഹായിക്കാനായി ഞാൻ പ്രവർത്തിക്കുമ്പോഴൊക്കെ അതോറിറ്റി എന്നെ കണ്ടിരുന്നത് ഒരു LTTയുമായി ബന്ധമുള്ള ഒരാളാണോ എന്നാണ്. അഭയാർത്ഥികളായി രാജ്യത്ത് വന്നവരാരും ഇന്ന് വരെ ഒരു അക്രമത്തിനും മുതിർന്നിട്ടില്ല. തിബത്തൻ അഭയാർത്ഥികൾക്ക് സ്വന്തമായി സോൺ തന്നെ അനുവദിച്ച ഇന്ത്യ പക്ഷേ റോഹിംഗ്യകളുടെ കാര്യത്തിൽ ആ ശുഷ്കാന്തി കാണിക്കുന്നില്ല. അഭയാർത്ഥികൾക്കായി നിയമമില്ലാത്തതാണ് പ്രശ്നം. അവർക്കായി രംഗത്ത് വരുന്നവരുടെ എണ്ണം കുറവായതിന് കാരണവും മതിയായ നിയമസംരക്ഷണം ഇല്ലാത്തത് തന്നെ. അപ്പം നിയമമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നവരെ പെട്ടെന്ന് സംശയിക്കപ്പെടാം, പെട്ടെന്ന് വേറെ എന്തെങ്കിലും തരത്തിലേക്ക് ഒതുക്കപ്പെടാം. ഈ ഒരു ഭയമാണ് അഭയാർത്ഥി പ്രവർത്തനത്തിൽ വരാത്തത്. അഭയാർത്ഥിക്ക് എവിടെ നിൽക്കാം, അഭയാർത്ഥിക്ക് എവിടെ പോവാം, അഭയാർത്ഥികൾക്ക് എന്തൊക്കെ സ്റ്റാറ്റസ് കിട്ടണം, അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാമോ, അഭയാർത്ഥികൾക്ക് വേണ്ടി രാജ്യത്തൊരു നിയമം, അങ്ങനൊരു നിയമം വന്ന് അതിനുശേഷം കണ്ണടഞ്ഞാലും ഒരു സമാധാനമുണ്ട്. ഉബൈസ് കൂടി മുൻകൈയെടുത്തുകൊണ്ടുവന്ന റെഫ്യൂജി അസീം ബിൽ ഇപ്പോൾ പാർലമെന്റിന്റെ പരിഗണനയിലാണ്. മീഡിയ 1 തിരുവനന്തപുരം.